ഹലോ കൂട്ടുകാരെ, ഞാനൊരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുളക് ബജിയും ചമ്മന്തി ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, കമൻസ് അറിയിക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ബജിമുളക് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ബജിമുളകാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് മുറിച്ചിട്ട് 2 or 3 ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ്. കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏത് മുളക് പൊടിയായാലും ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ വേണ്ട. നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം. നമ്മുടെ ബജിമുളക് കഴുകി കൊണ്ടിട്ടുണ്ട്. മുറിച്ചെടുത്തിട്ടുള്ള ബജിമുളകിലേക്ക് ഈ ബാറ്റർ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ പാൻ വെച്ചത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ പാകമായോ എന്ന് ഇങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബജിയുടെ ബാറ്റർ എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മേലേക്ക് പൊന്തി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ പാകമായെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമുക്കിനി ഓരോ മുളക് ബജിയും കൂടിയിട്ട് മാവിൽ മുക്കി എടുക്കാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. 4 മണി പലഹാരമായിട്ട് കുഞ്ഞുങ്ങൾക്കും നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ബാറ്ററിൽ നന്നായി മുക്കി എടുത്തിട്ടുണ്ട്. ഒരു കുഴമ്പ് രൂപത്തിൽ, അധികം ലൂസാവാത്ത രീതിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. അവിടെ പാകമായിട്ടുണ്ടോ എന്ന് നമുക്കൊരു ചെറിയ തുള്ളിയിട്ട് നോക്കാം. ഇതേ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബജിമുളക് വീതം ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളകൊക്കെ റെഡി ആയിട്ടുണ്ട്. പകുതി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാൻ നോക്കാം എങ്ങനെയാണ്. സിമ്പിളാണ് ചട്നി തയ്യാറാക്കാൻ, ഭയങ്കര ടേസ്റ്റിയുമാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചട്നിയുമാണ്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിന് മതി. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി, കുറച്ച് പഞ്ചസാര, പുളിക്ക് ആവശ്യമായിട്ട് നമുക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി